ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠന വിഷയം ബൈബിളിനെ കുറിച്ചുള്ളതാണ്. ബൈബിൾ ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം, മനുഷ്യകുലത്തിന് ദൈവം നൽകിത്തന്ന അനുഗ്രഹീതമായിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ 99ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. 99ാമത്തെ അവതരണം. ബൈബിളിനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായിരിക്കുന്ന ബൈബിൾ പരിജ്ഞാനത്തിൻ്റെ വിവിധ വശങ്ങൾ, വിവിധ വിഷയങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ്റെ അധികാരത്തെക്കുറിച്ചാണ്. അതോറിറ്റി ഓഫ് ദ ബൈബിൾ, ബൈബിളിൻ്റെ അധികാരം. ബൈബിൾ നമ്മുടെ ജീവിതത്തിന് മേൽ ആധിപത്യവും അധികാരവുമുണ്ട്. എന്തുകൊണ്ട്? ലോകത്തിലെ മറ്റൊരു ഗ്രന്ഥത്തിനുമില്ലാത്ത അധികാരം ലോകത്തിലുള്ള സകല മനുഷ്യരുടെ മേലും, ബൈബിൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബൈബിളിൻ്റെ അധികാരം സകല മനുഷ്യരിലുണ്ട്. കാരണം ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. മനുഷ്യകുലത്തിന് ദൈവം നൽകിത്തന്ന ദൈവത്തിൻ്റെ വചനം, വെളിപാട്, വഴികാട്ടിയാണ് ഈ വിശുദ്ധ പുസ്തകം. ബൈബിൾ വ്യക്തമായി അത് അവകാശപ്പെടുന്നു. ദൈവശ്വാസീയമായ ദൈവിക വെളിപാട്. ബൈബിൾ ദൈവശ്വാസീയമാണ്, ദൈവിക വെളിപാടാണ്. വെളിപാട് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരുന്നത് മറനീക്കി പുറത്തേക്ക് വരുന്നു. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായിരിക്കുന്ന ആത്മീകമായ സത്യങ്ങൾ, അറിവുകൾ പകർന്നിരുന്നു. വെളിപാടാണ്. മനുഷ്യൻ്റെ കഴിവുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതല്ല. മനുഷ്യന് എവിടെയെങ്കിലും മലമുകളിൽ പോയിരുന്നാൽ ഇറക്കിക്കൊണ്ടുവരാൻ കഴിയുന്നതല്ല. ഇത് വെളിപാടാണ്. രണ്ടാമത് ദൈവശ്വാസീയമാണ്. കാരണം ഇതിലടങ്ങുന്ന വിഷയങ്ങളൊന്നും മനുഷ്യൻ്റെ ബുദ്ധിപദത്തിൽ, പരിജ്ഞാനത്തിൽ, പഠനത്തിൽ, ചിന്തകളിൽ ലഭിക്കുന്നതല്ല. ഇത് ദൈവശ്വാസീയമാണ്. ദൈവത്തിൻ്റെ ശ്വാസത്താൽ വെളിപ്പെട്ടു വന്നതാണ്. അതിൻ്റെ തെളിവുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബൈബിളിൻ്റെ ഐക്യത. ബൈബിളിൻ്റെ ഐക്യത 66 പുസ്തകങ്ങൾ, 40ഓളം എഴുത്തുകാർ, 1500-ൽ പരം വർഷങ്ങളുടെ വ്യത്യാസത്തിൽ നൽകപ്പെട്ട പുസ്തകത്തിൻ്റെ ക്രമീകരണത്തിലെ ഐക്യത, എൻ്റെ ഉപദേശത്തിൻ്റെ ഐക്യത, ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം, മനുഷ്യകുലത്തിൻ്റെ രക്ഷാപദ്ധതി, ദൈവം മനുഷ്യകുലത്തിനായി ഒരുക്കിയ വീണ്ടെടുപ്പ് പദ്ധതി എന്ന ഏക വിഷയം. കൂടാതെ ഇത് സമൂഹത്തിൽ ഇതിൻ്റെ സ്വാധീനം മറ്റൊരു തെളിവാണ്. ഇത് ദൈവശ്വാസീയമാണ്. ഈ പുസ്തകത്തെ അടിസ്ഥാനമായി, ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിച്ചുള്ള വ്യക്തികളും സമൂഹങ്ങളും രാജ്യങ്ങളും അഭിവൃദ്ധിയിൽ അനുഗ്രഹിക്കപ്പെട്ടു. അജയ്യമായ പുസ്തകത്തിൻ്റെ സ്വഭാവം, തകർക്കാൻ കഴിയാത്ത പുസ്തകം. ഏതെല്ലാം തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു ഇതിനെ തകർക്കാൻ, ഇല്ലാതാക്കാൻ, വ്യാജമെന്ന് പറയാൻ, കപടമെന്ന് പറയാൻ, കൊട്ടിക്കളയാൻ, ഏതെല്ലാം തരത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായ ആക്രമണമാണ് ബൈബിൾ നേരിടുന്നത്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്നു. ആകാശഭൂമി ഒഴിഞ്ഞു പോയാലും നിൽക്കുന്ന ഗ്രന്ഥമാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തെളിവ് കണ്ടു ദൈവശ്വാസീയതയുടെ. പ്രവചന നിവർത്തി. ബൈബിളിൽ അടങ്ങുന്ന പ്രവചനങ്ങൾ, വളരെയധികം പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കണ്ടു വരാനിരിക്കുന്ന രാജ്യങ്ങളെക്കുറിച്ച് പോലും ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ ഭരണകാലത്ത്, ബാബിലോൺ സാമ്രാജ്യ കാലഘട്ടത്ത് ഇനി വരാനിരിക്കുന്ന മഹാസാമ്രാജ്യങ്ങളെക്കുറിച്ച് പോലും പ്രവചിച്ചു. ഇതാർക്ക് പറയാൻ പറ്റും? ഏത് സാമ്രാജ്യം എപ്പോൾ അവസാനിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷം മേദോ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ആഗമനം, തുടർന്ന് യവന സാമ്രാജ്യത്തിൻ്റെ ആഗമനം, പിന്നീട് റോമൻ സാമ്രാജ്യത്തിൻ്റെ ആഗമനം. ഇത് കൃത്യമായിട്ട് തന്നെ ദൈവവചനത്തിൽ പ്രവചിച്ചു. തുടർന്ന് റോമൻ സാമ്രാജ്യകാലത്തിൽ ദൈവരാജ്യത്തിൻ്റെ ആഗമനം. അപ്പോൾ ഇത് മുൻകൂട്ടി പറയുകയാണ്. പിന്നെ ചില രാജ്യങ്ങൾ, അതിൻ്റെ നാശത്തെക്കുറിച്ച്, പിന്നീട് അവിടെ ആരും വസിക്കില്ല, അത് ഭൂമിയിൽ മനുഷ്യൻ്റെ പാർപ്പില്ലാത്ത ഇടങ്ങളായി മാറും, കുറുനരികളും നായ്ക്കളും മാത്രം വസിക്കുന്ന ഇടങ്ങളായി മാറുമെന്ന് ഒരിക്കൽ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നവയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. അത് സോറിനെക്കുറിച്ച്, നിനവയെക്കുറിച്ച് തുടങ്ങി പല രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇതെല്ലാം ഉപരിയായി ബൈബിളിൽ നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രവചനം ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഒരു വ്യക്തി, 300-ലധികം പ്രത്യേകമായ പ്രവചനങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ച് നൽകി. ആ വ്യക്തിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ ഉള്ള ചെറിയ ചെറിയ അംശങ്ങൾ വരെ പ്രവചിക്കപ്പെട്ടു. ഈ പ്രവചനങ്ങൾ ആകസ്മികമായി, യാദൃച്ഛികമായിട്ട് ഒരു വ്യക്തിയിൽ, ഈ നേരത്തെ തന്നെ പറഞ്ഞ 300-ലധികം പ്രവചനങ്ങൾ, മുൻകൂട്ടി പറഞ്ഞ വസ്തുതകൾ ഒരു വ്യക്തിയിൽ നിവർത്തിക്കപ്പെടുക, സംഭവിക്കുക എന്ന് പറയുന്നത്
ജനിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയിൽ, വന്നിട്ടില്ലാത്തൊരു വ്യക്തിയിൽ നേരത്തെ എഴുതി വെച്ചതുപോലെ തന്നെ സംഭവിക്കുമെന്ന് പറയുന്നത് ആകസ്മികവും യാദൃച്ഛികവുമാണ്. അങ്ങനെ സംഭവിക്കില്ല. ഒരിക്കലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ സംഭവിച്ചാലും അത് ആകസ്മികമായി സംഭവിക്കാം, യാദൃച്ഛികമായി സംഭവിക്കും. പക്ഷേ ഈ 300 പ്രവചനങ്ങളും കൃത്യമായൊരു വ്യക്തിയിൽ സംഭവിക്കുക, മുൻകൂട്ടി ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ 300-ലധികം വിഷയങ്ങൾ കൃത്യമായി സംഭവിക്കുക അസാധ്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആ സംഭവം നടന്നു. അത് കർത്താവ് യേശുവിനെക്കുറിച്ചുള്ളതാണ്. 300-ലധികം പ്രവചനങ്ങൾ തൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റി, തൻ്റെ ജീവിത രീതി, തൻ്റെ ഉപദേശ രീതി, തൻ്റെ പ്രവർത്തന ശൈലി, തൻ്റെ ആഹാരം തുടങ്ങി പലതിനെക്കുറിച്ച്, താൻ നേരിടാൻ പോകുന്ന പല അവസ്ഥകളെക്കുറിച്ച് 300-ലധികം പ്രവചനങ്ങൾ അത് കൃത്യമായി സംഭവിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരെന്ന് വ്യക്തമാണ്, ആരുടെ നിയന്ത്രണത്തിലാണ് എല്ലാം സംഭവിക്കുന്നത് വ്യക്തമാണ്. നമ്മളിന്ന് ആരംഭത്തിൽ യേശുക്രിസ്തു എന്ന ഏക വ്യക്തി, ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ ചില പ്രവചനങ്ങളൊന്ന് പരാമർശിക്കാം. കാരണം ബൈബിൾ ദൈവശ്വാസീയമാണ്. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ആധികാരിക ബോധ്യമില്ലാതെ നാം കൈകാര്യം ചെയ്താൽ വലിയ ഭവിഷ്യത്ത് നേരിടും. നമ്മുടെ ജീവിതം താറുമാറാകും, അടിസ്ഥാനമില്ലാതെ പണിതുപോലെ തകർന്നടിഞ്ഞ് വീഴും. ചില പ്രവചനങ്ങളിലേക്കൊന്ന് പെട്ടെന്ന് നോക്കാം. കർത്താവ് യേശുവിനെക്കുറിച്ച് പറഞ്ഞ ഈ 300 പ്രവചനങ്ങളിൽ ചില 13ഓളം പ്രവചനങ്ങൾ മാത്രം നമുക്ക് ചിന്തിക്കാം. അത് മനസ്സിലാക്കി തന്നെ ബാക്കിയൊക്കെ അത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ആദ്യമായി മശിഹ, യേശു എന്ന മശിഹയെക്കുറിച്ചുള്ള പ്രവചനത്തിൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിലൂടെ യാക്കോബിലൂടെ കടന്നു വരുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവം ആദ്യം മുൻകൂട്ടി അറിയിച്ചു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം പറഞ്ഞത്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ വാക്യങ്ങളൊന്നും നമ്മൾ വായിക്കുന്നില്ല, കാരണം കുറേ വാക്യങ്ങൾ നമ്മൾ പരാമർശിക്കും. അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ച് പിന്നീട് വായിക്കുകയോ അത് വീണ്ടും ഒന്നുകൂടെ കേട്ട് അത് കണ്ടെത്തുകയോ ചെയ്യാം. ഇപ്പോൾ ഉൽപ്പത്തി 12:3-ലും ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 18 വരെ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്ന സന്ദർഭത്തിൽ കൃത്യമായി ഇസ്ഹാക്കിലൂടെയാണ് ഈ മശിഹ വരാൻ പോകുന്നത് എന്നതിൻ്റെ സൂചന കൊടുക്കുക. അപ്പം മശിഹയെക്കുറിച്ചുള്ള ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രവചനം, ആ അബ്രഹാമിൻ്റെ സന്തതി പരമ്പര അതിൽ ഇസ്ഹാക്കിലൂടെ വരും, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ, അതാണ് വാഗ്ദാനം, അതാണ് പ്രവചനം. രണ്ടാമത്, ഈ വ്യക്തി റോമൻ സാമ്രാജ്യകാലത്തായിരിക്കും വരുന്നത്. അത് ദാനിയേൽ 2:44-ലും ദാനിയേൽ 7:13-14-ലും കൃത്യമായി പറഞ്ഞു. വരാനിരിക്കുന്ന ഈ മശിഹ, ഈ രക്ഷകൻ, റോമൻ സാമ്രാജ്യകാലം, ദാനിയേൽ 2:44, ഈ രാജാക്കന്മാരുടെ കാലത്ത് കൈതൊടാതെ വന്ന കല്ല്, ഇതുവരെ ഉണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെ തകർത്ത് ഭൂമി മുഴുവൻ നിറഞ്ഞ ആ കല്ല്, ദൈവരാജ്യം, അത് ക്രിസ്തു, അത് റോമൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ. മൂന്നാമത്, ഈ വ്യക്തി വരുന്നത് യഹൂദ ഗോത്രത്തിൽ നിന്നായിരിക്കും. ഇസ്രയേൽ 12 ഗോത്രങ്ങളുണ്ട്. ആ 12 ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ഗോത്രമായ യഹൂദ എന്ന ഗോത്രത്തിൽ നിന്നായിരിക്കും ഈ വ്യക്തി വരുന്നത്. മുൻകൂട്ടി പറയുകയാണ്. അത് 1 ദിനവൃത്താന്തം 5:2-ലും മീഖാ പ്രവചന പുസ്തകം 5:2. ഇതെല്ലാം പ്രവചനങ്ങളാണ്. മുൻകൂട്ടി പ്രവചിക്കണം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ് പ്രവചിച്ചത്. 1-2 വർഷങ്ങൾക്ക് മുമ്പേ അല്ല. ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി കാണുകയല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ. ഈ വർഷങ്ങൾ കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ലോകത്തിലെ സംസ്കാരത്തിലെ ഭാഷയിലെ ജനങ്ങളുടെ ജീവിത രീതിയിലൊക്കെ വരുന്നത്. ഇതെല്ലാം മുൻകൂട്ടി പറയുകയാണ് മശിഹയെക്കുറിച്ച്. നാലാമത്, ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ വരും. ദാവീദ് എന്ന് പറയുന്നു രാജകീയ പരമ്പര, രാജാക്കന്മാർ ഉത്ഭവിക്കുന്ന പരമ്പര. അതിലൂടെയാണ് ഈ മശിഹ വരുന്നത്. അത് 2 ശമൂവേൽ 7-ാം അധ്യായം 12 മുതൽ 17 വരെയും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ. യെശയ്യാ പ്രവാചകൻ മശിഹയെക്കുറിച്ച് വളരെയധികം പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളൊരു പ്രവാചകനാണ്. 5-ാമതായി, മീഖ വ്യക്തമായിട്ട് പ്രവചിച്ചു, ഈ മശിഹ ബത്ലഹേമിൽ തന്നെ ജനിക്കും. ഇത് മുൻകൂട്ടി പറയാൻ ബുദ്ധിമുട്ടാണ്. ഈ മശിഹ ബത്ലഹേമിൽ ജനിക്കും. 800-ൽ പരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പ്രവചിച്ചത്. മീഖ 5:2 കാണാം. എഫ്രാത്ത് എന്ന് മറ്റൊരു പേരുള്ള ബത്ലഹേം. കൂടാതെ യിരെമ്യാ പ്രവാചകൻ, പല പ്രവാചകന്മാരിലൂടെയാണ്. കാരണം വിഷയത്തിൻ്റെ ഐക്യതയെക്കുറിച്ച് നമ്മൾ കണ്ടു. അത് ഏത് പ്രവാചകനാകട്ടെ, അത് ഉൽപ്പത്തി പുസ്തകമാകട്ടെ, ദാനിയേലിൻ്റെ പുസ്തകമാകട്ടെ, ശമൂവേലിൻ്റെ പുസ്തകമാകട്ടെ, മീഖയാകട്ടെ, സക്കറിയാവട്ടെ, ഹോസിയാകട്ടെ, യിരെമ്യാവാകട്ടെ, സങ്കീർത്തന പുസ്തകങ്ങളാകട്ടെ,
ഇവിടെയെല്ലാം ഈ വ്യക്തിയെക്കുറിച്ചുള്ള വിവിധ വശങ്ങളാണ്, വിവിധ സൂചനകളാണ് നൽകപ്പെടുന്നത്. അപ്പോൾ യെരമ്യാ എന്താ പറഞ്ഞത്? ഈ മശിക കടന്നു വരുന്ന സമയത്ത് 2 വയസ്സിന് താഴെയുള്ള അനേക കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടും. അനേക കുഞ്ഞുങ്ങൾ രക്തസാക്ഷികളാണ്, ഒരു വിധത്തിൽ പറഞ്ഞാൽ കൊല്ലപ്പെടും ഈ വ്യക്തിയുടെ ജനനത്തോടുള്ള ബന്ധത്തിൽ. യെരമ്യാ 31:15 പറഞ്ഞു, പ്രവചനമാണ്. മാത്രമല്ല ഹോസിയ പറഞ്ഞു, ഈ വ്യക്തി ഈജിപ്തിലേക്ക് യാത്ര ചെയ്യും, ഈജിപ്തിലേക്ക് പോയി അവിടെ താമസിക്കും. ഹോസിയ 11:1. 8 അവിടുന്ന് മടങ്ങി ഗലീലയിൽ വാസസ്ഥലമാക്കും, ഗലീലയിൽ വന്ന് താമസിക്കും. ജനിച്ചത് ബത്ലഹേമിൽ, ഇടയ്ക്ക് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യും, പിന്നെ ഗാലിലയിലേക്ക് മടങ്ങി വരും. യെശയ്യാ 9. ഇത്ര സൂക്ഷ്മമായി യാത്രാ വിവരണം ഉൾപ്പെടെ താമസ സ്ഥലം ഉൾപ്പെടെ പറയുകയാണ്. 9 ഈ വ്യക്തി വരുന്നതിന് മുമ്പ് മറ്റൊരാൾ മുന്നോടിയായിട്ട് വരും. മറ്റൊരാൾ ഈ വ്യക്തിയുടെ വരവ് അറിയിച്ചുകൊണ്ട് കടന്നു വരും. അത് മാലാഖിയുടെ പുസ്തകം 3-1 വാക്യം, മാലാഖി 4-5-6 വാക്യത്തിൽ കാണാം. മാത്രമല്ല 10 ഈ വ്യക്തി ഉപദേശിക്കുന്നത് ഉപമകളിലൂടെയായിരിക്കും. ജനങ്ങളോട് സംവാദിക്കുന്നതും ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതും ഉപമകൾ ഉപയോഗിച്ചുകൊണ്ട്. 78 സംഗീതത്തിൻ്റെ 2 വാക്യം. മാത്രമല്ല അത്ഭുതങ്ങളുടെ പരമ്പരയുണ്ടാകും, വീര്യപ്രവൃത്തികൾ അത്ഭുതങ്ങൾ സംഭവിക്കും. യെശയ്യാ 35:5-6 വരെ. 11 ഈ വ്യക്തി ഒരു രാജകീയ പ്രവേശനം യെരുശലേമിലേക്ക് നടത്തും. കഴുതപ്പുറത്ത് കയറി രാജകീയമായൊരു ആഗമനം, രാജാക്കന്മാരെ പോലെ യെരുശലേം നഗരത്തിലേക്ക് ഒരു ദിവസം എഴുന്നള്ളി വരും. സക്കറിയ 9:9, സങ്കീർത്തനം 118:26, യെശയ്യാ 62:11 അതിൻ്റെ വിവരണമുണ്ട്. ഇത് പ്രവചനമാണ്. 12 ഈ വ്യക്തി അവസാനം 30 വെള്ളിക്കാശ്, ഒരു അടിമയുടെ വിലയായ 30 വെള്ളിക്കാശ് വാങ്ങി ഒരാൾ ഒറ്റിക്കൊടുക്കും. സക്കറിയ 11:12-13. കൃത്യമായ വില വരെ എഴുതി വച്ചിരിക്കുകയാണ്, മുൻകൂട്ടി പ്രവചനമാണ്. 13 ഈ വ്യക്തി അപമാനിക്കപ്പെടും. സങ്കീർത്തനം 22:6-7. ചാട്ടവാറിൻ്റെ അടികൊള്ളും. യെശയ്യാ 50:6. ഈ വ്യക്തി കുറ്റവാളികളോടുകൂടി ക്രൂശിക്കപ്പെടും. യെശയ്യാ 53:9-12 വരെ. ഈ വ്യക്തിയുടെ വശത്ത് കുന്തം കൊണ്ട് കുത്തും. ഇത്ര വ്യക്തമായി ആ ഒരു ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ എത്രയധികം പ്രവചനങ്ങൾ നടന്നു. കുന്തം കൊണ്ട് കുത്തും, അത് ആ മുൻകൂട്ടി പറഞ്ഞ വശത്ത് തന്നെ കുത്തും. സങ്കീർത്തനം 22:16. ആ വ്യക്തിക്ക് പുളിച്ച വീഞ്ഞു കൊടുക്കും, പഴകിയ പുളിച്ച വീഞ്ഞു കൊടുക്കും. വേദനാ സംഹാരിയായി നിരാകരിക്കുന്ന അവസ്ഥ. 69 സങ്കീർത്തനം 20-21. ഇങ്ങനെ വ്യക്തമായി പ്രത്യേകമായി ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്ന അനവധി പ്രവചനങ്ങൾ നമുക്ക് നിരത്താം. ഈ വ്യക്തിയെ യഹൂദന്മാർ മശിഹ എന്ന് വിളിച്ചു, അഭിഷിക്തൻ. അപ്പോൾ ഇതിൻ്റെ സാധ്യത ചിന്തിച്ചു നോക്കാം. ഒരു വ്യക്തി ഭൂമിയിലേക്ക് വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, പല തലമുറകൾക്ക് ശേഷം വരാൻ പോകുന്നൊരു വ്യക്തിയെക്കുറിച്ച് വ്യക്തമായി പറയുന്നു, മുൻകൂട്ടി പറയുന്നു. അതെല്ലാം കൃത്യമായി സംഭവിക്കുന്നു. ആകസ്മികമായിട്ടോ യാദൃച്ഛികമായിട്ടോ 1-2 കാര്യങ്ങൾ സംഭവിച്ചെന്ന് വരാം. പക്ഷേ ഈ 300ഓളം പ്രവചനങ്ങൾ കൃത്യമായി സകലവും നിവൃത്തിയായി എന്ന് പറയുന്നത് പോലെ ക്രിസ്തു അത് പറഞ്ഞു. കൃത്യമായി പൂർണ്ണമായി പറഞ്ഞ സ്ഥലത്ത്, പറഞ്ഞ സമയത്ത്, പറഞ്ഞ രീതിയിൽ സംഭവിച്ചു. ഇതാരാ അപ്പോൾ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്? സകലത്തെ നിയന്ത്രിക്കുന്ന ആരാണ് എന്ന് വ്യക്തമാണ്. മറക്കരുത്, പഴയമത്തിൽ ഇതൊക്കെ പഴയമത്തിലെ വാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, സംഭവങ്ങളാണ് പറഞ്ഞത്. ഈ പഴയമത്തിലൊക്കെ എഴുതിയിരിക്കുന്നത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പാണ്. ഈ വിഷയങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പാണ് എഴുതിയത്. വിഷയങ്ങൾ സംഭവിച്ചതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പർ പോലെ പിന്നീട് പിറ്റേ ദിവസം എഴുതുന്നതല്ല. ഈ സംഭവങ്ങൾ നടക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതിയത്. സംഭവത്തിന് ശേഷം എഴുതുകയല്ല, അത് ചരിത്രം, ഇത് പ്രവചനം. ഇത് സംഭവിക്കും എന്ന് മുൻകൂട്ടി പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു. ഇതെല്ലാം ഒരു വ്യക്തിയിൽ സംഭവിക്കാനുള്ള സാധ്യത ഒരിക്കലും ആകസ്മികമല്ല, ഒരിക്കലും ആകസ്മികമായി നിവൃത്തിയാകില്ല. ഇത് അസാധ്യമാണ്. ഒരു വ്യക്തിയിൽ കൃത്യമായി ഈ മുൻകൂട്ടി പറഞ്ഞ 300-ലധികം പ്രവചനങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. ഒരു ചെറിയ വിശദീകരണത്തിലൂടെ അല്പം കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ച് നമുക്കിന്ന് അവസാനിപ്പിക്കാം. ഉദാഹരണത്തിന്, കോടിക്കണക്കിന് മനുഷ്യർ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിലൂടെ അഥവാ ഇസ്ഹാക്കിലൂടെ ഭൂമിയിൽ ജനിച്ചു വീണു. അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളുണ്ടാകാം. അവരാണ് യഹൂദജനം. ആ യഹൂദജനത്തിൽ അബ്രഹാമിൻ്റെ വംശാവലിയിൽ ഇസ്ഹാക്കിൻ്റെ പരമ്പരയിലൂടെ റോമൻ സാമ്രാജ്യകാലത്ത്
എത്ര പേരുണ്ടായിരുന്നിരിക്കണം? കാരണം ഇതൊക്കെ പ്രവചനത്തിൽപ്പെട്ടതാണ്. മശിഹയെക്കുറിച്ചുള്ള പ്രവചനത്തിൽ പറഞ്ഞാണ് അബ്രഹാമിൻ്റെ സന്തതി പരമ്പര ഇസ്ഹാക്കിലൂടെ റോമൻ സാമ്രാജ്യകാലത്ത് ആണ് ഈ മശിഹ വരുന്നത്. എത്ര പേരുണ്ടായിരിക്കും അന്ന്? അതിലെത്ര പേര് യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നവരുണ്ടാകും? ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് വന്ന എത്ര പേരുണ്ടാകും? വളരെ കുറച്ച് പേർ, ഒരു പക്ഷേ 1000 പേര്, യോഗ്യരായിട്ടുള്ള 1000 ഉദ്യോഗാർത്ഥികളെ നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിവർത്തിക്കപ്പെടുന്നത് അബ്രഹാമിൻ്റെ സന്തതി പരമ്പര, ഇസ്ഹാക്കിൻ്റെ പാരമ്പര്യം, റോമൻ സാമ്രാജ്യകാലത്ത് ജീവിക്കുന്ന യഹൂദ ഗോത്രത്തിൽ നിന്ന് ഉത്ഭവിച്ച ദാവീദിൻ്റെ രാജകീയ പാരമ്പര്യത്തിലൂടെ ഉണ്ടായ ആ മക്കളിൽപ്പെട്ട കുറച്ച് പേരുണ്ടായിരിക്കും തീർച്ചയായും. അപ്പോൾ അവരുടെ ആ സമയത്ത് ബത്ലഹേമിൽ ജനിച്ച എത്ര പേരുണ്ടാകും? ഈ പറയുന്ന പോലെ അബ്രഹാമിലൂടെ, ഇസ്ഹാക്കിലൂടെ, ദാവീദിൻ്റെ വംശാവലിയിലൂടെ യഹൂദ ഗോത്രത്തിൽ ജനിച്ച, റോമൻ സാമ്രാജ്യകാലത്ത് ജീവിച്ച അതിലെത്ര പേർ യെരുശലേമിൽ ഉള്ളവരുണ്ട്, യെരുശലേമിൽ ജനിച്ചവരുണ്ട്? എത്ര പേരുടെ ജനനസമയത്ത് കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്? 1-2 വർഷം പ്രായമുള്ള കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വളരെ കുറച്ച് പേരുണ്ടാകും. ചിലപ്പോൾ 5-10 പേരുണ്ടായെന്ന് വരാം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇതിലെത്ര പേര് ഈജിപ്തിലേക്ക് നാട് കടത്തപ്പെട്ടു, ഈജിപ്തിലേക്ക് പലായനം ചെയ്തു, അവിടുന്ന് എത്ര പേർ നസറേത്തിൽ വന്ന് താമസിച്ചു? ഒരേ ഒരു വ്യക്തി ഒഴികെ ആരുമില്ല. ആ ഒരേ ഒരു വ്യക്തി വരുന്നതിന് മുമ്പ് മുന്നോടിയും ഉണ്ടായി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനെന്ന് വിളിച്ചു പറയുന്ന ഒരാൾ മുന്നിൽ വന്നു. ഇത് വേറെ ആരെക്കുറിച്ച് വന്നിട്ടില്ല. ഈ ഒരു വ്യക്തിയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്, ഉപമകളിലൂടെ സംസാരിച്ചത്. ഈ വ്യക്തിയാണ് യെരുശലേമിലേക്ക് രാജകീയമായ പ്രവേശനം നടത്തിയത്. ഈ വ്യക്തിയാണ് ഒട്ടിക്കൊടുക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത്, ക്രൂശിക്കപ്പെട്ടത്, കുന്തം കൊണ്ട് കുത്തേറ്റത്. ഇതെല്ലാം പ്രവചന നിവൃത്തിയായിരുന്നു. ഒരു വ്യക്തിയിൽ സംഭവിച്ചു, ഒരു വ്യക്തിയിൽ മാത്രം. ആ വ്യക്തി അവസാനം മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. അത് മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഈ വ്യക്തി മറ്റാരുമല്ല, യേശുവാണ്. അപ്പം ഈ പ്രവചനങ്ങൾ, ഒരു വ്യക്തിയെക്കുറിച്ച് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞ പ്രവചനങ്ങൾ കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ സംഭവിച്ചു. അത് വെളിപ്പെടുത്തുന്നത് ഈ പ്രവചനങ്ങളുടെ പിന്നിൽ ആരാണ്? ഇത് ദൈവത്തിൻ്റെ പുസ്തകമാണ്. ഇപ്പം ഈ പ്രവചന നിവൃത്തികൾ, 300-ലധികം പ്രവചന നിവൃത്തികൾ മശിഹയെക്കുറിച്ചും മശിഹയുടെ ശുശ്രൂഷകളെക്കുറിച്ചും വ്യക്തമായി വെളിപ്പെടുത്തിയതും സംഭവിച്ചതും കാണിച്ചിരുന്നു. മശിഹ, യേശുക്രിസ്തു മശിഹയാണ്. ദൈവവചനം ദൈവശ്വാസീയമാണ്. കാരണം ഈ വിഷയങ്ങൾ എഴുതിയ ബൈബിളിലാണ്, മുൻകൂട്ടിയാണ് എഴുതിയത്. അത് കൃത്യമായി സംഭവിച്ചപ്പോൾ ആ വ്യക്തിയെയും അതേക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൻ്റെയും ആധികാരികത വ്യക്തമാണ്. അപ്പോൾ നാം വചനം പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നാം ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. ദൈവവചനത്തെ ദൈവശ്വാസീയമായ ദൈവവചനമായി അംഗീകരിക്കാൻ മടിയുള്ളവർക്ക് വചനത്തിൽ നിന്ന് ഒരു അനുഗ്രഹവും കിട്ടില്ല. ദൈവവചന പഠനം അനുഗ്രഹമാകണമെങ്കിൽ ഈ ഗ്രന്ഥം ദൈവശ്വാസീയമാണ്, ദൈവവചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിന് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ മുൻകൂട്ടി. ആ പറഞ്ഞത് നിവൃത്തിയാക്കാനും പറ്റുകയുള്ളൂ. അത് നിവൃത്തിയാക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ, അത് ദൈവത്തിന് മാത്രം. ദൈവ മനുഷ്യനായി വന്ന വ്യക്തിയാണ് ക്രിസ്തു. അപ്പോൾ നാം വ്യക്തമായി ബോധ്യപ്പെടണം, ഇത് മനുഷ്യകുലത്തിന് വേണ്ടി ദൈവം തന്ന ഗ്രന്ഥമാണ് ബൈബിൾ. മനുഷ്യജീവിതത്തെ നയിക്കുവാൻ, നിയന്ത്രിക്കാൻ, പരിപാലിക്കാൻ, സഹായിക്കാൻ ദൈവം നൽകിത്തന്ന നിർദ്ദേശമാണ് ബൈബിൾ. ഇത് നാം വിശ്വസിക്കുമെങ്കിൽ നാം ബൈബിൾ പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിശ്ചയവും വചനത്തിൽ ഒരു സമർപ്പണവും ഉണ്ടാകും. കേൾക്കുന്ന വചനങ്ങൾ, കേൾക്കുന്ന സത്യങ്ങളെക്കുറിച്ച് സമർപ്പണമുണ്ടാകും, നിശ്ചയമുണ്ടാകും. അങ്ങനെയുള്ളവർ വചനം കൂടുതൽ വായിക്കാനും പഠിക്കാനും ശ്രമിക്കും. കാരണം ഈ ഗ്രന്ഥം നമ്മുടെ കൈകളിൽ തന്നത് സ്വർഗസ്ഥനായ ദൈവമാണ്. ഉപദേശത്തിൻ്റെ ഐക്യതയുണ്ടാകും, ഉപദേശ നിശ്ചയമുണ്ടാകും. മനുഷ്യന് വേണ്ടത് അതാണ്. ഒരിടത്തുനിന്ന് മറ്റിടത്തെങ്കിലും ചാടിച്ചാടിപ്പോകുന്ന മനുഷ്യൻ്റെ സ്വഭാവം അത് ദൈവഹിതമല്ല. ദൈവത്തെ അന്വേഷിക്കുന്നവർ കൃത്യമായ ഉപദേശത്തിൻ്റെ ഐക്യതയുണ്ടാകണം. വിശ്വാസമൊന്ന്, കർത്താവൊന്ന്, സ്നാനമൊന്ന്, രക്ഷയൊന്ന്, ഇതൊക്കെ വ്യക്തമായിരിക്കണം. ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഉപദേശരൂപം ഒന്നേ ഉള്ളൂ. അപ്പോസ്തലിക ഉപദേശം ഒന്നേ ഉള്ളൂ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിക്കപ്പെട്ടത്. അതിൽ കൃത്യമായി നിശ്ചയമുള്ളവർ മറ്റൊരു ഉപദേശം കേൾക്കില്ല.
ഒരു മെസ്സേജ് പോലും, ഒരു CD പോലും കേൾക്കില്ല. കാരണം അവർക്ക് വ്യക്തമായി അറിയാം അവർ നിൽക്കുന്നത് കൃത്യമായ സ്ഥലത്താണ്, അവർ നിൽക്കുന്നത് കൃത്യമായ ഉപദേശമാണ്. ഇത് മറ്റൊന്ന് കേൾക്കേണ്ട ആവശ്യമിനിയില്ല. അങ്ങനെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അത് പഠിക്കാൻ കേൾക്കുന്നതല്ല. കാരണം ദുരുപദേശം കേട്ടല്ല പഠിക്കേണ്ടത്, സത്യം കേട്ട് പഠിക്കണം. അന്യതാ ഉപദേശങ്ങൾ തിരിച്ചറിയണം. ക്രിസ്തുവിൻ്റെ ഉപദേശം നിലനിൽക്കാതെ പോയാൽ പിന്നെ അവിടെ പിതാവുമില്ല, പുത്രനുമില്ല, പരിശുദ്ധാത്മാവുമില്ല. അവിടെ ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. ഇത് വളരെ ബോധ്യപ്പെടണം. ബൈബിൾ കയ്യിലെടുക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ കൃത്യമായ ഉപദേശം ദൈവം മനുഷ്യകുലത്തിന് നൽകി. ദൈവം പലതരത്തിൽ 5 മിനിറ്റ് ഇടതോട്ട് പോയിട്ട് പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ വലതോട്ട് വരെ പോകാൻ പറയില്ല. പിന്നെ തിരിച്ചു വന്നിട്ട് ഒന്നുകൂടെ വീണ്ടും പുറകോട്ട് പോകാൻ പറയില്ല. ദൈവത്തിൻ്റെ വഴി കൃത്യമാണ്. അത് ബോധ്യപ്പെട്ടവർ ആ വഴിയിലൂടെ മുന്നേറും. ആത്മീയത്തിൽ രൂപാന്തരമുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് ചാടേണ്ട കാര്യമില്ല. കുറച്ച് നാൾ പരീക്ഷണം നടത്തി ഒരു കൂട്ടായ്മയിൽ, പിന്നെ അവിടുന്ന് വേറൊരു കൂട്ടായ്മയിൽ. അങ്ങനെയുള്ളവർക്ക് തലയെ മുറുകെ പിടിക്കാത്ത, ഈ മദ്യപിച്ച് തലയുടെ ബോധം പോകുന്നവരുണ്ട്. അവരെ പോലെയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ല. അങ്ങനെ വരരുത്. ദൈവവചനം, ദൈവസത്യം, ബൈബിൾ ദൈവത്തിൻ്റെ പുസ്തകം. ദൈവം ആശയക്കുഴപ്പത്തിൻ്റെ ദൈവമല്ല. ദൈവം ഭോഷ്കും തെറ്റും പറയില്ല. പക്ഷേ ദൈവസന്തതിയായവർക്ക് ഇത് ബോധ്യപ്പെടും. ദൈവത്തിൽ നിന്നുള്ളതോ അല്ലയോ എന്ന് ബോധ്യപ്പെടും. അല്ലാത്തവർ ഈ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് വരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ എന്താണെന്ന് ബോധ്യപ്പെടുക, അതിൽ നിശ്ചയമുള്ളവരായിരിക്കുക. പൗലോസ് തിമോത്തിയോസിന് പറഞ്ഞു, നീ പഠിച്ചും അറിഞ്ഞുമുള്ളതിൽ നിശ്ചയം പ്രാപിക്കുക, അതിൽ നിലനിൽക്കുക. നിശ്ചയം പ്രാപിക്കാൻ നിലനിൽക്കണം. വേര് ഉറച്ച് പിടിക്കണം. അത് വീണ്ടും പറിച്ച് നടാൻ ശ്രമിക്കരുത്, ഉണങ്ങിപ്പോകും. ദൈവം നിങ്ങളെ സഹായിക്കും.